അതുമാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആൾ. എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്കാരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം. അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നത് വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. മഹത്തായ ഒരു കാര്യം എന്ന് ഉദ്ഘോഷിച്ച CPM നേതാക്കൾ ഈ വിവാഹം നടത്തിക്കൊടുത്ത MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും A റഹീം MPയും 2 ദിവസമായി മിണ്ടുന്നേയില്ല. ഈ ഒരു കാര്യം ഞാൻ തെളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതായത് 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അതും സമൂഹത്തിലെ ഏറ്റവും താഴെ ശ്രേണിയിൽ നിന്ന് വരുന്ന കുട്ടി, അതിലുപരി പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഒരാൾ വശീകരിച്ച് വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞ് കേരളത്തിൽ എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിസിഡൻസ് അന്വേഷിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം വിവാഹം നടത്തി കൊടുക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കണം. എന്നാൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരും എന്ന് പറഞ്ഞ് ഇതിന് മുന്നിട്ടിറങ്ങുകയും അത് നടത്തി കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ മഹത്തായ മാതൃകയാണ് എന്ന് നെഞ്ചുപിടിച്ച് പറയുകയും അത് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടുകയും ചെയ്തതിന് ശേഷം ഇതാകെ അബദ്ധമായിരുന്നു എന്ന് തെളിയുന്ന ഒരു സംഗതിയുള്ളൂ. അതിനാണ് നമ്മൾ കേരള സ്റ്റോറി അഥവാ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഇസ്ലാമിക നിയമപ്രകാരം പോലും അത് സാധുവല്ല. നിക്കാഹ് ഫോമിൽ നടത്തിയാൽ പോലും ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് മതം മാറേണ്ട ഒരു വരും. അപ്പോൾ ഇത് ഗോവിന്ദ മാഷിന് ഒരുപക്ഷെ അറിയാൻ പാടില്ല. പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളി ഡ്രില്ല് മാഷ്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്നേ. നമുക്കോടനെ പോണം. അതുപോലെ ശിവൻകുട്ടി സഖാവ് അദ്ദേഹം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും LLB കാരനാണ്. മാത്രമേ കയ്യിലുള്ളൂങ്കിൽ നമ്മുടെ ഡബിൾ റഹീം ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ഭരണഘടനാ വിദഗ്ധനാണ്. പുള്ളിക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം തന്നെ ഇതുപോലൊരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. ജീവിതത്തിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ നിയമപ്രാബല്യം ഇല്ലാത്ത വിവാഹമാണ് നടത്തിയത്. പോക്സോയുടെ കാര്യം ഇടാമല്ലോ തന്നെ, പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് എത്ര അധാർമികമാണ്, എത്ര വലിയ തെറ്റാണ് ആ പെൺകുട്ടിയോട് ഇവർ ചെയ്തത്. സാമൂഹ്യമായിട്ടും ഇടപെട്ടിരിക്കുന്ന നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ, നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസിന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം മുതലേ തന്നെ ഈ പെൺകുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളൂ എന്ന് വാദിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിച്ചതിന് രക്ഷപ്പെട്ട് ചെയ്യാനായിട്ട് ആര് പറഞ്ഞാണ് ശരിയെന്നറിയണ്ടേ. ഇങ്ങനെ വരുമ്പോൾ അതിനൊരു ഇങ്ങനൊരു വിവാഹം നടത്തി കൊടുക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തം വേണ്ടേ. ആ തമ്പാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഏത് കോതണ്ടറാണ് അയാൾ? ആരാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വെച്ചാൽ? അയാൾക്കൊരു ഉത്തരവാദിത്തമില്ല നിയമവ്യവസ്ഥകൾ നോക്കിയിട്ട് ഇതൊക്കെ നടത്തി കൊടുക്കാനായിട്ട്. ഒരു രേഖ കണ്ടാൽ ഇത് വ്യാജരേഖയാണോ അസൽ രേഖയാണോ എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് വേണ്ടേ. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുകയും അത് കഴിച്ച ശേഷം താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മഹോന്നതമായ മൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ സനാതന പാരമ്പര്യത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും പ്രബുദ്ധതയെക്കുറിച്ചൊക്കെ ലാത്തിയടിക്കുകയും ചെയ്യാതെ വെച്ചാൽ എന്താ ചെയ്യുക? ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാവും. അപ്പോൾ ഇത് ക്രിമിനൽ കുറ്റമാണ്. അതേസമയത്ത് തന്നെ നിയമപരമായ പ്രാബല്യമില്ലാത്ത വിവാഹം നടത്തി ആ പെൺകുട്ടിയും ഇവർ വഞ്ചിച്ചിരിക്കുകയാണ്. ഇനി ആ വിവാഹം നടത്തി കൊടുത്ത ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ അവർ 2 കൈയും കൂപ്പി തൊഴുതാൽ പോരാ, അവർ പൂമാലയണിച്ച് സ്വീകരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇത്ര ഒരു ക്ഷേത്രം നടന്ന ആളുകൾക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് 2 സമുദായത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ? ആ ഭാരവാഹി എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതുപോലുള്ള നിരവധി മിശ്ര വിവാഹങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഭാരവാഹിയുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം വിനയപൂർവ്വം ഉണർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഭാരവാഹി, നിങ്ങളിങ്ങനെ ഭാരം വായിച്ച് ആളുകളെ വഴിയാധാരമാക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഈ വിവാഹത്തിന് യാതൊരു പ്രാബല്യവും ഇല്ല. നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റിന് അത് എഴുതിയ കടലാസിന്റെ വില പോലും ഇല്ല ഒരു കോടതി ചെന്നാൽ. ഇതൊക്കെ അറിയാൻ പാടാത്ത കൊഞ്ഞാണന്മാരാണ് ഓരോ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളായിട്ട്. അതുമാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആൾ. എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്കാരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടത്. അതുപോലെ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം ഡബിൾ റഹീം, അദ്ദേഹം തന്നെ മിശ്ര വിവാഹം കഴിച്ച ആളാണ്. പുള്ളിക്കാരിയോട് എങ്ങനെയാണ് വിവാഹം നടത്തുന്നത്, എന്താണ് ഇതിന്റെ ചട്ടവട്ടം, നിയമവിരുദ്ധം കാര്യം ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് കിട്ടിയ എങ്കിൽ പോലും അതൊക്കെ പറഞ്ഞ ഒരു വക്കീലാണ്. താൻ എവിടുത്തെ വക്കീലാണോ? പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുപോലും അറിയാത്ത ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കും. അതിന് പറ്റിയ ഒരാൾ ബഹുമാനപ്പെട്ട മന്ത്രി, വെറും മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹമാണ് ഇതിന് കാർമ്മികനായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ മഹനീയമായ പാരമ്പര്യമാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അത് ശരിയാണ്, ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.